2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നൊരു വീഡിയോസാണ്. ഞാൻ കുറച്ച് ഭാഗമായി കണ്ടിട്ട് തീർത്തുള്ളൂ എന്നാണ് മനസ്സിലായത്. മെയിൽ വിഭച്ചാരി ആളിനെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. ആൾ പറഞ്ഞതെല്ലാം സത്യസന്ധമുള്ള കാര്യങ്ങളാണ്. എങ്ങനെയെന്ന് എനിക്കറിയുന്നത് ചോദിക്കാറില്ല. ഞാൻ മോഡലിംഗ് ഉണ്ടായിരുന്നു 2023 തൊട്ട് ഇപ്പോൾ വരെയും ഞാൻ മോഡലിംഗ് കണ്ടിന്യൂ കൊണ്ടുപോകുന്നുണ്ട്. അതല്ലാതെ ഞാൻ പല വർക്ക് സ്ഥലത്തും ചെറിയ കാര്യത്തിൽ അനുഭവിച്ചതാണ്. ഇപ്പം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് പോകുന്നവർക്ക് മാക്സിമം അത് അറിയാൻ ചാൻസ് കുറവായിരിക്കും. വീട് വിട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകാത്ത ആൾക്കാർക്കൊന്നും അറിയാൻ ചാൻസ് കുറവായിരിക്കും. മാക്സിമം പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം, നന്നായി അറിയാം. പിന്നെ എനിക്ക് ഇന്നലെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഓഫറായിട്ട്. പക്ഷേ എനിക്ക് പണിക്കേ പോകണ്ട. ഞാൻ വല്ല 15,000 10,000 രൂപ സാലറിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല മന്ത്ലി. എനിക്ക് ആൾ പറഞ്ഞ പോലെ 1 ഡേ 2 ഡേ ഒക്കെ പോയി നല്ല സാലറി കിട്ടും. പക്ഷെ അത് നമ്മൾ ചെയ്യണോ വേണ്ടോ നമ്മളാ തീരുമാനിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം വരുന്ന കമൻറ്റ്സ് ആളുടെ യൂട്യൂബ് ചാനലിലും മറ്റേതിൽ കമൻറ്റ്സ് ബോക്സിലൊക്കെ വരുന്നത്, ഈ ഫേസ്ബുക്കിലൊക്കെ ആയി ഫോട്ടോസ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്നത് ഫുള്ളും എനിക്കറിഞ്ഞ എന്നെ റേറ്റിന് ചോദിച്ച ആൾക്കാർ തൊട്ട് അതിലുണ്ട്. കമൻറ്റ് ബോക്സിൽ ആളെ മോശമായിട്ടാണ് പറയണത്. പക്ഷെ മാന്യന്മാരായിക്കൊണ്ടാണ് ഇവിടെ പല ആൾക്കാരും നടക്കുന്നത്. പക്ഷെ മാന്യന്മാരാവണം. നമ്മുടെ സ്വഭാവവും നമ്മുടെ ക്യാരക്ടറും നോക്കിയിട്ട് വേണം അടുത്തുള്ളവർ പോയി ചൊറിയാനും അടുത്തവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നല്ല പേര് വാങ്ങിക്കാനും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് പല ആൾക്ക് പറഞ്ഞത് ആൾക്ക് നല്ല ചിലവുണ്ട്, വർക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, ഇഷ്ടപ്പെടാതെയാണ് ചെയ്യുന്നത്. അത് ആൾ പറഞ്ഞാൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി എല്ലാവരുടെ അടുത്തും പോകാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ ആളുടെ പിന്നൊരു തെറ്റ് നമ്മുടെ ജനങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്, നമ്മുടെ ജനങ്ങൾ ചെയ്ത ഒരൊറ്റ തെറ്റ്. ഇത് സ്ത്രീയാണ് പറഞ്ഞതെങ്കിൽ മുഖം മറിച്ചിട്ട് ആ സ്ത്രീനെ മുഖം ഒരിക്കലും പേടിച്ചിട്ട് ആരും മുഖം കാണിക്കത്തില്ല, മുഖത്തിനെ ട്രൈ ചെയ്ത് കാണാൻ പോകത്തില്ല. പിന്നെ ഇതാണായത് കൊണ്ട് തന്നെ അവർ മാക്സിമം ആ ഫോട്ടോനെ തപ്പിപ്പിടിച്ച് ആളുടെ മുഖം ഇപ്പോൾ കാണിക്കാൻ തുടങ്ങി. 2 ദിവസമായി ആളുടെ മുഖം നല്ല പെർഫെക്റ്റ്. അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട്. പക്ഷെ ആളുടെ മുഖമൊക്കെ കാണിച്ച് ആൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ആക്കി പോയി എന്നാണ് കേൾവിയുള്ളത്, കേട്ടറിഞ്ഞത് അറിയില്ല. പക്ഷെ എന്തിനാ അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരവർ ചെയ്യുന്നു. നിങ്ങളെന്തിനാ അതിനിടയിൽ പോയിട്ട് നിൽക്കുന്നത്? കാണുക. ഇതൊക്കെ പല രീതിക്കും നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഞാൻ പല രീതിക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1000-2000 മെസ്സേജുകൾ, ഞാൻ ഓപ്പൺ ചെയ്യാത്ത മെസ്സേജുകൾ കിടപ്പുന്നുണ്ട്. കാരണം അത് പറഞ്ഞിട്ട് എനിക്ക് ഫേസ്ബുക്ക് ഇട്ടിട്ട് ഓടിയൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്തിട്ട് പോകുന്നു. പക്ഷെ ഞാൻ പണം സമ്പാദിക്കാൻ ആണ് ആൾ പോയെന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടം. എനിക്കറിഞ്ഞ കുറേ പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞ ഒരു നിറയെ മോഡൽസ് പറഞ്ഞാൽ 1 2 3 4 എനിക്കറിഞ്ഞ മോഡൽസ് സൈറ്റ് കൂടെ വെച്ചിട്ടുണ്ടാവും നിറയെ പേര്. പക്ഷെ എന്നെ വിളിച്ചതാണ്, നിന്നെ വീഡിയോസിന് വരുമോ, ഇത്ര പേ ചെയ്യാം, മന്ത്ലി ഇത്ര പേ തരാം, ഇത്ര പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതായിരുന്നു. എനിക്ക് പോകണോ വേണ്ടയോ താല്പര്യം എൻ്റെയാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേര് പറയണോ വേണ്ടയോ അത് എൻ്റെ താല്പര്യമാണ്. പോയ ശേഷം അവരിങ്ങനെ ചെയ്തു പറയണത് ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അബ്യൂസ് എന്നെ അറിയാതെ എൻ്റെ ശരീരത്തിൽ തൊട്ട ആൾക്കാരുണ്ട്. എന്നെ അറിയാതല്ല, എന്നെ സമ്മതം കൂടാതെ തൊട്ടാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഞാൻ വരയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയും, അവിടെ മാത്രമല്ല, ഇപ്പം ആൾ പറഞ്ഞ പോലെ പല ആൾക്കാരും വിളിക്കേണ്ടത്. എന്നെ മസാജിന് വേണ്ടി തൃശ്ശൂരിൽ ഒരു ഗേളാണോ ബോയ്സ് എന്ന് പറയുക, ഗേൾസിൻ്റെ സൗണ്ടാണ് കേട്ടത്. ആ നമ്പർ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം പറഞ്ഞു, ഞാൻ വന്നിട്ട് വർക്ക് ചെയ്യണത് ഹോസ്പിറ്റലാണ്, അല്ലാതെ നിങ്ങളെ സ്പാ മസാജിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞ് ചൂടായി. ബിക്കോസ് എല്ലാവരുടെയും വിചാരം മോഡലിംഗ് ആണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലാണെങ്കിലും ഇവർ തൊട്ടുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവരെ നമുക്ക് വളയ്ക്കാൻ പറ്റും എന്നൊരായിരിക്കും. ചിലപ്പോൾ ഇവിടെ വീട്ടിൽ ആരുമില്ല, ഇങ്ങോട്ട് വരുമോ എന്നൊക്കെയാണ് ചോദ്യം എൻ്റെ കയ്യിൽ. അപ്പം എന്തായിരിക്കും അവസ്ഥ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്ന നല്ല പേടികളൊക്കെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പോകാത്തത്. അത് അവരവരുടെ താല്പര്യങ്ങൾ. നമ്മൾ കോൾ ബോയ് ആവണോ, ഇല്ല ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ സെക്സ് ചെയ്യണോ, എന്ത് ചെയ്യണം, നമ്മുടെ തീരുമാനമായിരിക്കണം. മറ്റുള്ളവരുടെ തീരുമാനം ആയിരിക്കാൻ പാടില്ല. അത് അവരവരുടെ ആളുടെ ഇഷ്ടപ്പെട്ട പ്രകാരം ആൾ പല രീതിക്കും പോയിട്ടുണ്ട്. പക്ഷെ സേഫ്റ്റി ആൾ നന്നായി നോക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ സൂക്ഷിക്കുക. ഇപ്പോൾ 2K കിഡ്സിൻ്റെ അധികം 2K കിഡ്സാണ് വരുന്നത്. എനിക്ക് മെസ്സേജും 2K കിഡ്സ് കുറേ വരുന്നുണ്ട്. പിന്നെ അങ്കിൾസ്മാർ 40 വയസ്സ് 30 വയസ്സ് ഈ 90 കിഡ്സ് ഇല്ലേ, എന്നെപ്പോലെ 90 കിഡ്സിന് ഒന്നും അറിയാത്ത 90 കിഡ്സാണ് കൂടുതലുള്ളത്. അവർ സൂക്ഷിക്കുക. കാരണം 90 കിഡ്സൊക്കെ ഭയങ്കര പാവങ്ങളാണ്. 2K കിഡ്സിൽ കുറച്ച് പാവങ്ങളുണ്ട് കേട്ടോ, എല്ലാവരെയും പറയാൻ പറ്റില്ല. പക്ഷെ 90 കിഡ്സ് ഒരുപാട് പാവങ്ങളാണ്. അവർക്ക് ഒന്നും അറിയാതെ ഇരിക്കുന്ന ആൾക്കാരാണ് 90 കിഡ്സ്. അപ്പോൾ പോട്ടെ, ഞാൻ കണ്ടപ്പോൾ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചു. താങ്ക് യു.